ഹലോ, ഒരു ബ്രേക്കിംഗ് അപ്ഡേറ്റുമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഷെയർ ചെയ്യുവാനായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ മുമ്പാകെ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കടന്നു വന്നിരിക്കുന്നത്. ഒരു മണിക്കൂറിന് മുമ്പേ ലെബനോനിലുള്ള ഹെസ്ബുള്ള ഓപ്പറേറ്റീവ്സിൻ്റെ കയ്യിലുണ്ടായിരുന്ന പേജേഴ്സ് അത് റിമോട്ട്ലി എക്സ്പ്ലോഡ് ചെയ്തു. അത് ലെബനോനിൽ മാത്രമല്ല, സിറിയക്കകത്തുള്ള ഹെസ്ബുള്ള ആളുകളുടെയും കയ്യിലുണ്ടായിരുന്ന പേജേഴ്സ് എല്ലാം കയ്യിൽ അവരുടെ പോക്കറ്റുകളിൽ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ പൊട്ടിത്തെറിക്കുകയുണ്ടായി. അനേകർ, ഏകദേശം 1200 പരം ആളുകൾ ക്രിട്ടിക്കലി ഇഞ്ചുവേർഡ് ആണ്. ചില ടോപ്പ് ഹെസ്ബുള്ള ആളുകൾ ചിലർ മരിക്കുകയും കൂടെ ചെയ്തു. എന്തായാലും അല്ലീജ്ഡ് ഇസ്രയേലി സൈബർ അറ്റാക്ക് എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഇസ്രായേൽ ഒഫീഷ്യലി അതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. എന്തായാലും വളരെ സീരിയസ് ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത്. പ്രത്യേകിച്ച് ഇന്ന് പകൽ IDF ഹെസ്ബുള്ളയുടെ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ്, അതായത് IDFന്റെ ഫോമർ ചീഫ് ഓഫ് സ്റ്റാഫിനെ വധിക്കുവാനായിട്ടുള്ള ഹെസ്ബുള്ളയുടെ പ്ലാനെയും IDF ബ്ലോക്ക് ചെയ്യുണ്ടായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ വഹിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം തന്നെ പിക്ചേഴ്സും ക്ലിപ്സും എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ അതിൽ ജോയിൻ ചെയ്യുമെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, പിക്ചേഴ്സ്, ക്ലിപ്സ് എല്ലാം തന്നെ ആ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേലിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. കാരണം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, നമ്മൾ സാധാരണയായി കാണുന്നത് പോലെ തന്നെയുള്ള ആ ഇസ്രായേൽ ഹെസ്ബുള്ള ആ നോർത്തേൺ വാർ അതിലേക്കാണോ ഇപ്പോൾ ഫാസ്റ്റായിട്ട് നീങ്ങുന്നത്. എന്തായാലും ഇസ്രായേലിനെ വഹിച്ച് പ്രാർത്ഥിക്കുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.